തേർഡ് സോണിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ബോഡി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് അസറുദ്ദീൻ അൻസാരിയുടെ ബോഡിയാണ്. അത് UP സ്വദേശിയാണ്. സർവേയറായി ജോലി ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയിരിക്കുന്നത് തേർഡ് സോണിൽ നിന്നാണ്. പുഴയോട് ചേർന്ന് മേലെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അല്ലല്ല, രണ്ടും വ്യത്യസ്തമാണ്. തേർഡ് സോണിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുക. നന്നായി നടക്കുന്നു. കടാവർ ഡോഗ്സിൻ്റെ ഇതും പരിശോധനയും നടക്കുന്നുണ്ട്. പിന്നെ ഉപകരണങ്ങൾ വെച്ചുള്ള പരിശോധനയും നടക്കുന്നു. അതോടൊപ്പം NDRFൻ്റെ 2 ടീം നമ്മുടെ പുഴയിലൂടെയുള്ള പരിശോധന നടക്കുന്നു. ഈ നേരത്തെ രാഹുലിൻ്റെ ബോഡി കിട്ടിയതായ സ്ഥലം, ആ സ്ഥലത്തും അനുബന്ധ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പരിശോധന നടക്കുന്നു. ഇന്നലെ ആ ബസ്സും ഇതെല്ലാം മാറ്റിയതോടുകൂടി വെള്ളം തെളിയുകയും കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ ഒരു കഠിനമായിട്ടുള്ള ഒരു ഒഴുക്കായിരുന്നു, അതൊന്ന് കുറഞ്ഞു, വെള്ളമൊന്ന് താഴ്ന്നു, വണ്ടിയൊക്കെ മാറ്റി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സുഗമമായി വെള്ളത്തിൽ പരിശോധന നടത്താനുള്ള സൗകര്യം. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. അത് മാക്സിമം യൂസ് ചെയ്യുകയാണ്, സ്ട്രെങ്തൻ ചെയ്ത് പോവുക. NDRFൻ്റെ ദളങ്ങളുണ്ട്, അതുപോലെ നമുക്ക് ഫയറിൻ്റെ സിസ്റ്റമുണ്ട്, പോലീസിൻ്റെ സംവിധാനമുണ്ട്, ആത്മാ വോളണ്ടിയേഴ്സും സിവിൽ ഡിഫൻസിൻ്റെയും ആളുകൾ ആവശ്യത്തിനുണ്ട്, ഉപകരണങ്ങളും ആവശ്യത്തിനുണ്ട്.